ക്വസ്റ്റ്യൻ നമ്പർ 17 JEE മെയിൻ 2024 phase 1 29th ജനുവരിയിലെ ഷിഫ്റ്റ് 1ന്റെ പേപ്പറാണ്. ചോദ്യം നോക്കാം. The final product A formed. Again the multi-step reaction ആണ് ചോദിച്ചിട്ടുള്ളത്. റിയാക്ഷൻ നോക്കുക. ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കീൻ റിയാക്ഷൻ ആയിട്ട് പറയാം. അവസാനത്തെ റിയേജന്റ് കാണുമ്പോൾ അത് ആൽഡിഹൈഡ് കീറ്റോൺ എന്നുള്ള പാടായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം വുൾഫ്-ക്രിഷ്നേഴ്സ് റിഡക്ഷനല്ലേ കാണുന്നത് അല്ലേ. അപ്പോൾ അത് ചാപ്റ്റർ പറയുമ്പോൾ ആൽഡിഹൈഡ് കീറ്റോൺ ഡബിൾ ബോണ്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ. ഇതിലിപ്പോൾ പറയാവുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ ഡബിൾ ബോണ്ടിന്റെ ഭാഗത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ കാർബോകാറ്റോൺ സൈറ്റ് ബെൻസൈൽ പൊസിഷൻ ഉണ്ടാവണതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടേക്കല്ലേ OH വരാൻ ചാൻസ് ഉള്ളത്. CHOH CH3 ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീന്റെ പ്രൊഡക്റ്റ് അതല്ലേ വരും. കാരണം H+ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴല്ലേ ബെൻസൈൽ പൊസിഷനിൽ കാർബോകാറ്റോൺ സൈറ്റ് വരിക. അതല്ലേ മോർ സ്റ്റേബിൾ. ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ CrO3 ഓഫ് കോഴ്സ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ വരാൻ പോകുന്നത് കീറ്റോൺ ആണ്. അപ്പോൾ അത് C ഡബിൾ ബോണ്ടോ എന്തായിട്ട് മാറി CH3 ആയിട്ട് മാറി. ആൻഡ് അതിനെ വുൾഫ്-ക്രിഷ്നേഴ്സ് റിഡക്ഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ CO ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് യു ആർ ഗെറ്റിംഗ് എ CH2 ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ആൻസർ ഒന്നാമത്തെ ഓപ്ഷനല്ലേ വരും. അപ്പോൾ ചാപ്റ്റർ ഒരു കൺഫ്യൂഷൻ ആണ്. ഓർഗാനിക്കിന്റെ റിയാക്ഷൻസ് അങ്ങനെയാണല്ലോ, പലതും പല പാഠങ്ങളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്ന പ്രിപ്പറേഷൻ മറ്റു ഭാഗങ്ങളുടെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കും.